ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് പെരുമ്പാവൂരിൽ അമ്പാടികൾ ഒരുങ്ങി. ഞായറാഴ്ചയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. പെരുമ്പാവൂർ നഗരത്തിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുമ്പാവൂർ നഗരത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭായാത്ര ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തണലൊരുക്കട്ടെ, ബാല്യം സൗരമാകട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം. ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി 2025 സെപ്റ്റംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച ബാലഗോകുലം പെരുമ്പാവൂർ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ 11ഓളം സമീപ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ശോഭയാത്രകൾ വൈകിട്ട് 4:30 മണിയോടുകൂടി പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഗമിക്കുന്നു. തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനം പ്രശസ്ത സിനിമാ താരം ശ്രീ ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം നിർവഹിച്ച് മഹാശോഭയാത്രയായി നഗരപ്രദക്ഷിണം ചെയ്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തിൽ സമാപിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെയും ഗോപികമാരുടെയും കൂടാതെ കാവടിയും പഞ്ചവാദ്യവും ഗോപികാ നൃത്തവും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങിയ ശോഭയാത്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിൽ പ്രവേശിക്കുന്നു. തുടർന്ന് ഉറിയടി, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പെരുമ്പാവൂർ നഗരം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാവട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം. പെരുമ്പാവൂർ നഗരം, കാഞ്ഞിരക്കാട്, കടുവാൾ, പാലക്കാട്ടുതാഴം, പിഷാരിക്കൽ, കാവുംപുറം, KSRTC, ആൽപ്പാറ, ഇരിങ്ങോൾ, കാളംകുളങ്ങര, അല്ലപ്ര എന്നീ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ശോഭായാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് എത്തിച്ചേരും. വൈകിട്ട് 5-ന് സിനിമാ നടൻ ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്യുന്ന മഹാശോഭായാത്രയിൽ കൃഷ്ണ രാധ വേഷങ്ങൾ, പൂത്താലങ്ങൾ, ഭജന, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അകമ്പടിയാകും. നഗരപ്രദക്ഷിണം ചെയ്ത് മഹാശോഭായാത്ര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് ഉറിയടി, പ്രസാദ വിതരണം എന്നിവ ഉണ്ടാകും. ആഘോഷ സമിതി അധ്യക്ഷൻ NP ബാബു, രക്ഷാധികാരി അഡ്വക്കേറ്റ് N അനിൽകുമാർ, ജനറൽ കൺവീനർ ശ്രീകുമാരൻ തമ്പി, MR സുരേന്ദ്രൻ, PS അരവിന്ദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.